വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 5 മുതൽ 13 വരെ തിരുവചനങ്ങൾ. ബാരക്കുമാർ. യഹൂദിയ രാജാവായ ഹേറോദേസിന്റെ നാളുകളിൽ ആബിയ കുടുംബ ശുശ്രൂഷ ഗണത്തിൽപ്പെട്ട സ്കറിയ എന്നു പേരുള്ള ഒരു പുരോഹിതനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ അഹറോന്റെ പുത്രിമാരിൽപ്പെട്ടവളായിരുന്നു. അവളുടെ പേര് എലിസബeth എന്നായിരുന്നു. ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിൻ്റെ സർവ്വകൽപ്പനകളിലും നീതിയിലും കുറ്റമറ്റ രീതിയിൽ നടക്കുന്നവരുമായിരുന്നു. അവർക്കൊരു പുത്രനില്ലായിരുന്നു. എന്തെന്നാൽ എലിസബeth വന്ധ്യയായിരുന്നു. അവർ ഇരുവരും വളരെ വാർദ്ധക്യം പ്രാപിച്ചവരുമായിരുന്നു. അദ്ദേഹം തൻ്റെ ശുശ്രൂഷയുടെ ക്രമപ്രകാരം ദൈവസന്നിധിയിൽ ആചാര്യ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പൗരോഹിത്യത്തിൻ്റെ പതിവനുസരിച്ച് അദ്ദേഹം ധൂപം അർപ്പിക്കേണ്ട സമയം വന്നു. അദ്ദേഹം ദേവാലയത്തിലേക്ക് പ്രവേശിച്ചു. ജനക്കൂട്ടം മുഴുവനും ധൂപാർപ്പണ സമയത്ത് പുറത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നു. സുഗന്ധ ബലിപീഠത്തിൻ്റെ വലതുഭാഗത്തായി കർത്താവിൻ്റെ മാലാഖ നിൽക്കുന്നതായി സ്കറിയയ്ക്ക് കാണപ്പെട്ടു. മാലാഖയെ കണ്ടപ്പോൾ സ്കറിയ പരിഭ്രമിച്ചു, ഭയപരവശനായി. മാലാഖ അദ്ദേഹത്തോട്, സ്കറിയയെ ഭയപ്പെടേണ്ട, എന്തെന്നാൽ നിന്റെ പ്രാർത്ഥന കേൾക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ ഭാര്യ എലിസബeth നിനക്കായി ഒരു പുത്രനെ പ്രസവിക്കും. യോഹന്നാൻ എന്ന് നീ അവൻ്റെ പേര് വിളിക്കും. നിനക്ക് സന്തോഷവും ആനന്ദവും ഉണ്ടാകും. കർത്താവേ, നിന്റെ സ്ലീബായാൽ ഞങ്ങളുടെ ബലഹീനതയെ താങ്ങണമേ. ക്രോധത്തിൻ്റെ വടികളെ ഞങ്ങളിൽ നിന്ന് നീക്കണമേ. ആമേൻ.